ബിരിയാണിയും ചപ്പാത്തിയും ബേക്കറി ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് വഴി ലക്ഷങ്ങളുടെ വരുമാനമാണ് ആഭ്യന്തര വകുപ്പിന് ലഭിക്കുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം പ്രതിദിനം 1.5 ലക്ഷത്തോളം രൂപയുടെ കച്ചവടമാണ് ഈ വിധത്തിൽ നടക്കുന്നത്. കൃത്രിമ നിറങ്ങളും രുചിയും ഉപയോഗിക്കാതെ നല്ല ഭക്ഷണം ലഭിക്കുന്നു എന്നതാണ് ജയിൽ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കൂടാനുള്ള കാരണം. ഇതിന്റെ തുടർച്ചയായാണ് വിയ്യൂരിൽ നിന്നും സംസ്ഥാനത്ത് ആദ്യമായി ഫ്രീഡം ബ്രെഡ് പുറത്തിറക്കുന്നത്. ജയിൽ ADGP അനിൽകാന്താണ് ബ്രെഡ് ഉൽപാദന യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 300 ഗ്രാമിന്റെ ബ്രെഡ് 20 രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം നടത്തിയത്. ഇനിയും പബ്ലിക്കിനായിട്ട് കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ, കൃത്രിമ ചേരുവകളൊന്നുമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ദിവസം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു 200 എണ്ണം ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉൽപ്പാദനം ഡിമാൻഡ് അനുസരിച്ച് കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിദിനം 200 പാക്കറ്റ് ബ്രെഡാണ് തുടക്കത്തിൽ വിൽപ്പനയ്ക്കെത്തുക. ആവശ്യക്കാരേറിയാൽ ഉൽപ്പാദനം കൂട്ടും. ബ്രെഡിന് പുറമെ ചിപ്സ്, കേക്ക്, ബൺ എന്നിവ ഇവിടെ നിന്നും വിൽപ്പനയ്ക്കുണ്ട്. 50ഓളം തടവുകാരാണ് ഈ രുചിക്കൂട്ടൊരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ജയിൽ അധികൃതർക്ക് പദ്ധതിയുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.